ഈ കേസ് സ്റ്റഡി ഒരു റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ആണ്. ഒരു ആർക്കിടെക്റ്റുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് അത് ഇൻക്ലൂഡിങ് ഫസാഡ് ഉണ്ട്, നല്ലൊരു ഇൻറ്റീരിയർ സ്പേസും, അങ്ങനെ ഓരോ ലെയർ ആയിട്ടാണ് ഇൻറ്റീരിയർ ചെയ്തത്. ആ ക്ലയൻറ്റിൻ്റെ മെയിൻ ലൈറ്റിംഗ് ഗോൾ എന്ന് പറയുമ്പോൾ പുള്ളിക്ക് മൊത്തത്തിൽ ഒരു കോസി ഫീൽ വേണം. കുറേ ലൈറ്റ്സ് വേണ്ടാതെ വളരെ സോഫ്റ്റ് ആയിട്ടും വളരെ കോസി ഫീൽ വരുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ക്ലയൻറ്റ് ആഗ്രഹിച്ചത്. ദാറ്റ് ടു നമ്പർ ഓഫ് ലൈറ്റ്സ് ഹാസ് ടു ബി വെരി ലെസ്. റൈറ്റ് ഫ്രം ഫസാഡിൽ ആക്ച്വലി അവർ ചെയ്തത് മൊത്തത്തിൽ ഒരു കോൺക്രീറ്റിൽ ജാളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സോ അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ യൂസ് ചെയ്തത് വാൾ ഗ്രേസർ എന്ന് പറഞ്ഞൊരു ഫിക്സറാണ്. വൺസ് അത് ലിറ്റായി കഴിഞ്ഞാൽ നമുക്ക് ആ ജാളി ഈവൻ ആയിട്ട് ലിറ്റ് ചെയ്യുകയും ചെയ്യും. കുറച്ചൊരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ലൈറ്റ് പൊസിഷൻ കുറച്ച് പുറകോട്ട് വെച്ചപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ ഷാഡോ വന്നത് നല്ലൊരു റെസ്പോൺസ് കിട്ടുകയും ചെയ്യും. എക്സ്പ്രോ എന്നൊരു ഫിക്സറാണ് ആന്റി ഗ്ലെയർ ഫിക്സേഴ്സ് ആയിട്ട് യൂസ് ചെയ്തത്. ഫോർ നാച്ചുറൽ സീലിംഗ് ഞങ്ങൾ പിക്സൽ സിലിണ്ടേഴ്സ് യൂസ് ചെയ്തു. അല്ലാതെ മാഗ്നറ്റിക് ട്രാക്ക് ചാനൽ, ഓപ്പൺ ടൈപ്പ് സ്ലിം ടൈപ്പ് മാഗ്നറ്റിക് ട്രാക്ക് ചാനൽ ചെയ്തു. ഇതെല്ലാം ട്യൂണബിൾ ആയിരുന്നു. അതായത് സിലിണ്ടേഴ്സ് ഒഴികെ മാഗ്നറ്റിക് ട്രാക്ക് ചാനൽ ആൻഡ് ഓൾ ദി ഡീപ് ഡൗൺലൈറ്റേഴ്സ് എല്ലാം ട്യൂണബിൾ ഫിക്സർ ആയിരുന്നു. സോ ദാറ്റ് നമുക്ക് മൊബൈൽ ആപ്പിൽ മൊത്തത്തിൽ സിങ്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കോസി ഫീൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. മൊത്തത്തിൽ ടെക്സ്ചർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫീൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു വാം വൈറ്റ് ആണെങ്കിലും തീരെ മഞ്ഞിക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം പ്രീമിയം LED ഫിക്സേഴ്സ് തന്നെയാണ്, LED ചിപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് അവർക്ക് ആ ഒരു ഈക്വൽ എമൗണ്ട് ഓഫ് ലൈറ്റിംഗ് അക്രോസ് ദിയർ ഹോം അവർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്.